അല്പം പുളിയും മധുരവും ഒക്കെ ചേർന്നിട്ടുള്ളൊരു പുട്ടായാലോ? പുട്ടും ചിക്കനും ഭയങ്കര നല്ല, അപ്പോൾ ഈ നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ്റെ കൂടെ ഒരല്പം മധുരം ചേർന്ന് ഇച്ചിരി പുളിയുള്ളൊരു പുട്ട്. ഇത് പൈനാപ്പിൾ പുട്ട്. അപ്പോൾ ഈ പൈനാപ്പിൾ പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുട്ടുപൊടി 2 കപ്പ്, തേങ്ങ ചിരകിയത് 1 കപ്പ്. ഇനി വേണ്ടത് പൈനാപ്പിൾ പ്യൂറിയാണ്. ഒരു മീഡിയം സൈസ് പൈനാപ്പിളിൻ്റെ പകുതി കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സിയുടെ ബൗൾ ഉപയോഗിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ ഇനി പുട്ടിന് വേണ്ട കാര്യങ്ങൾ, പുട്ടുപൊടി ഇത് ഞാൻ 2 കപ്പ് പുട്ടുപൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനോടൊപ്പം പൈനാപ്പിൾ ഒരു പൈനാപ്പിളിൻ്റെ മീഡിയം സൈസ് പൈനാപ്പിളായിരുന്നു, അതിൻ്റെ പകുതി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ് ഈ കാണുന്നത്. ഒരു തിക്ക് ആയിട്ടുള്ളൊരു കുറുകിയ ഒരു ജ്യൂസായിട്ട് ഇരിക്കുന്നു പൈനാപ്പിളിൻ്റെ മിക്സാണത്. അപ്പോൾ ഇച്ചിരി മധുരമുണ്ട്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെ പൈനാപ്പിളിൻ്റെ മധുരം എത്രയാണോ അത്രയും. ഭയങ്കര മധുരമുള്ള പൈനാപ്പിളാണെങ്കിൽ പഞ്ചസാര ചേർക്കണ്ട. ഇതിന് അത്ര മധുരം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചേർത്തു. ചെറിയൊരു പുളി ഉണ്ടാവും. അപ്പോൾ അതുണ്ട്. പിന്നെ തേങ്ങ, ആസ് യൂഷ്വൽ നമ്മൾ തേങ്ങ വേണമല്ലോ പുട്ടുണ്ടാക്കാൻ, അതുണ്ട്. തേങ്ങ ചിരകിയത് ആവശ്യാനുസരണം. പിന്നെ ഇച്ചിരി ഉപ്പും കൂടി വേണം. മധുരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉപ്പ് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പരന്ന ഒരു താലം അല്ലെങ്കിൽ ഒരു ബേസിനിലായിരിക്കും എപ്പോഴും പുട്ടിന് വേണ്ടിയിട്ട് നനയ്ക്കുന്നത് നല്ലത്. അപ്പോൾ ആദ്യമേ തന്നെ കുറച്ച് ഉപ്പ് ചേർക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് വേണമല്ലോ. ഉപ്പില്ലെങ്കിൽ പിന്നെ പുട്ടിന് മധുരം മാത്രം പോരാ, പുളിയും പോരാ. ഇനി ഇതിനകത്തേക്ക് എടുത്തു വച്ചിരിക്കുന്ന പൈനാപ്പിൾ ജ്യൂസ് കുറേശ്ശെ ഒഴിച്ചിട്ട് പൈനാപ്പിൾ ജ്യൂസ് അര എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. ആവശ്യാനുസരണമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു അര പൈനാപ്പിൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇനിയും വേണം. അങ്ങനെ വ്യത്യസ്തമായൊരു പുട്ട് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന പുട്ടുപൊടിയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതി അനുസരിച്ചിട്ടാണ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പുട്ടുപൊടി എന്ന് പറഞ്ഞാൽ ഇടുന്നൂറും ഇങ്ങനെ നല്ല പൊലിച്ച് വരുന്ന രീതിയിൽ നല്ല കുതിർന്ന് കയറും. ഇച്ചിരി കൂടുതൽ വേണം. പക്ഷേ അല്ലാണ്ട് പല ടൈപ്പ് ഓഫ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പുട്ടുപൊടിയാണെങ്കിലും വാങ്ങുന്നതാണെങ്കിലും പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ നോക്കിയിട്ട് ആവശ്യാനുസരണം ഒഴിച്ച് ചെയ്യാം. ഇതിങ്ങനെ പൊലിച്ച് കയറുന്നുണ്ടോ, കൂടുതൽ ക്വാണ്ടിറ്റിയിലേക്ക് ആയി വരികയാണ്. ഇതിങ്ങനെ കുതിർന്ന് കൂടുതൽ ജ്യൂസ് ഇങ്ങനെ അതിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ഉപയോഗിക്കുന്ന പുട്ടുപൊടിയുടെ ഒരു പ്രത്യേകതയാണ്. ഡബിൾ ദ ക്വാണ്ടിറ്റി ആയിക്കൊണ്ടിരിക്കും. 2 കപ്പ് മാവ് സെറ്റായി വരും. അങ്ങനെ നനച്ച് കഴിഞ്ഞാൽ ഒരല്പം ഒരു 5-10 മിനിറ്റ് മാറ്റി വയ്ക്കുന്ന എപ്പോഴും നല്ലതാണ്. ഒന്ന് കുതിർന്ന് കിട്ടും, കുറച്ചുകൂടി പുട്ടിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകും. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം അടുപ്പിൽ വെച്ചിട്ട് പുട്ടുകുറ്റി റെഡി. ഇനി ആ കുടത്തിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം. അങ്ങനെ പുട്ടുപൊടി നനച്ച് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പുട്ട് നിമിഷങ്ങൾക്കകം റെഡിയാകും. പുട്ടുപൊടി നനഞ്ഞത് ഓക്കെ ആണോ എന്ന് അറിയണമെങ്കിൽ അത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ, അപ്പോൾ ഇതിങ്ങനെ കൂടും. അപ്പോൾ പുട്ടുകുടത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പുട്ടുകുറ്റി നിറയ്ക്കാം. അപ്പോൾ ആസ് യൂഷ്വൽ എന്താ പറയുക, സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നതാണല്ലോ. ആദ്യം കുറച്ച് തേങ്ങ ചിരകിയതും, യെല്ലോ കളറിലെ പുട്ടാണ് ഇനി ഒരു ലൈറ്റ് യെല്ലോ കളറായിരിക്കും. കുറച്ച് തേങ്ങ ലാസ്റ്റ് വെച്ചിട്ട് വെള്ളം ഏകദാണ്ട് തിളയ്ക്കാറായിട്ടുണ്ട്, വെച്ച് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് കുറ്റിപ്പുട്ട് റെഡിയായി വരട്ടെ. ആവി വന്നൊരു 2-3 മിനിറ്റ് വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് എടുക്കാനുള്ള ആവശ്യമുള്ളൂ. അപ്പോൾ കറക്റ്റ് ആ ഒരു ഇതിൽ നമുക്ക് ആ പുട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പുട്ടെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു അളവ്, അതായത് 2 കപ്പ് അരിപ്പൊടിയിൽ നിന്നും 3 കുറ്റിപ്പുട്ടാണ് കിട്ടിയിരിക്കുന്നത്.